അപ്പോൾ പിന്നെ ജാമ്പവൻ പറയും, അങ്ങോട്ട് നിനക്ക് പറ്റും നീ രാജകുമാരനല്ലേ, രാജാവിൻ്റെ ഏട്ടൻ്റെ മകനല്ലേ, നിന്നെ ഞങ്ങൾ ആരും അങ്ങനെ ചാടാൻ വിടില്ല, ഈ വൃദ്ധന്മാരിൽ തന്നെ ആരെങ്കിലും ഉണ്ടാവും. അപ്പം ഇവർ പുറപ്പെടുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും യാത്ര പറഞ്ഞ് പുറപ്പെടുമ്പോൾ ഹനുമാൻ ശ്രീരാമനെ പ്രത്യേകം ചെന്ന് നമസ്കരിക്കും. ഹനുമാൻ ചെന്ന് നമസ്കരിച്ച സമയത്ത് ശ്രീരാമൻ ഒരു മോതിരം കൊടുക്കും ഹനുമാന്റെ കയ്യിൽ, അങ്കുലീയകം. ഒരു മോതിരം കൊടുത്തിട്ട് പറയും, ഇത് എൻ്റെ തെളിവിനായിട്ട്, ഞാനാണ് നിന്നെ പറഞ്ഞേക്കുന്നുള്ള തെളിവിനായിട്ട് നീ സീതക്ക് കൊടുക്കണം, ഈ മോതിരം കൊടുക്കണം. പിന്നെ ഒരു അടയാള വാക്കും പറയും. അടയാള വാക്ക് എന്താന്ന് ഇവിടെ പറയുന്നില്ല, പിന്നെ നമ്മളത് കഥയിൽ കൊണ്ട് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം അങ്ങനെ ഹനുമാനെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ജാമ്പവാൻ പറയും, നിനക്കല്ലേ മോതിരം തന്നത്, നിന്റെ കയ്യിലല്ലേ ഭഗവാൻ മോതിരം തന്നത്, എന്നോടല്ലേ അടയാള വാക്ക് പറഞ്ഞത്, അപ്പം നീയാണ് സീതയെ കാണുക എന്ന് ഭഗവാൻ അറിയാം, അതുകൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത്, അപ്പം നിനക്കാണ് ചാടാൻ പറ്റുക, നിന്റെ ശക്തി നീ അറിയില്ല. അങ്ങനെ ഒരു ശാപമുണ്ട് ഹനുമാന്. ഹനുമാന്റെ ശക്തി വേറെ ആരെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഹനുമാൻ അറിയുള്ളൂ, അതുകൊണ്ട് ശക്തി അറിയാത്തതാണ്. മഹാദേവ ബീജാണ്, അഞ്ജന പ്രസവിച്ചുണ്ടായ മകനാണ്, വായുവാണ് ആ മഹാദേവ ബീജം അഞ്ജനയുടെ വയറ്റിലേക്ക് കൊണ്ടെത്തിച്ചത്, അപ്പോൾ വായുവാണ് നിന്റെ അച്ഛൻ, ഇങ്ങനെയൊക്കെ പറയാം. അങ്ങനെ നീ ജനിച്ച് പുറത്തേക്ക് വീണ സമയത്ത് സൂര്യൻ ഉദിച്ചു വരുന്നതാണ് കണ്ടത്. രാവിലെ നേരത്തെയാണ് സൂര്യോദയം കണ്ടു. സൂര്യോദയം കണ്ടപ്പോൾ ചുവന്ന് ഇങ്ങനെ കണ്ടപ്പോൾ നല്ലൊരു പഴാണെന്ന് വിചാരിച്ചു. എന്നിട്ട് അത് പിടിക്കാനായിട്ട് ചാടി മുകളിലോട്ട് ചാടിയപ്പോൾ ഇന്ദ്രൻ കണ്ടിട്ട് അത് താടിയെല്ലിന് വെട്ടി, താടിയെല്ല് മുറിഞ്ഞു. ഹനു എന്നാ പറയുക താടിയെല്ലിന്. അപ്പം ആ ഹനുവിങ്കലേറ്റ് മുറിഞ്ഞത് കൊണ്ടാണ് ഹനുമാൻ എന്ന് പേര് വന്നത്. അപ്പം ഇയാള് ഹനുമാൻ മുറിവേറ്റ് വീണ സമയത്ത് വായു ഭഗവാൻ സങ്കടമായി, മകന് പരിക്കേറ്റില്ല എന്ന് പറഞ്ഞിട്ട് മകനെയും കൊണ്ട് ഒരു ഗുഹയിൽ പോയി ഒളിച്ച സമയത്ത് ജനങ്ങൾക്ക് ആർക്കും കാറ്റില്ലാതെയായി, വായു സഞ്ചാരം ഇല്ലാണ്ടായപ്പോൾ എല്ലാവർക്കും ശ്വാസം മുട്ടി. അപ്പം ദേവന്മാരും ത്രിമൂർത്തികളും ഒക്കെ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ നിന്റെ മകനെ രക്ഷിക്കും, ആപത്തൊന്നും വരാണ്ട ഞങ്ങൾ നോക്കിക്കോളാം, നീ വായു പുറത്തേക്കില്ല ഞാൻ എല്ലാവർക്കും ബുദ്ധിമുട്ടല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ വായു പുറത്തേക്ക് വരും. അപ്പം മകന് നീ ദീർഘായുസായിരിക്കും, ചിരഞ്ജീവിയായിട്ടിരിക്കും, നിനക്ക് ഒരിക്കലും മരണമില്ല, പിന്നെ ഹനുവിൽ വജ്രം കൊണ്ട് മുറിഞ്ഞത് കൊണ്ട് നീ ഹനുമാൻ എന്നുള്ള പേരിൽ അറിയപ്പെടും, നീ ശ്രീരാമ ഭക്തനായി തീരും എന്നൊക്കെ പറഞ്ഞ് കുറേ അനുഗ്രഹങ്ങൾ കൊടുക്കും. അങ്ങനെയുള്ള ആളല്ലേ നീ, അപ്പം നിനക്ക് ചാടിക്കിടക്കാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ, അപ്പം നീ പോകണം, നിനക്കന്ന് സാധിക്കുക എന്ന് ജാമ്പവാൻ പറഞ്ഞപ്പോൾ ഹനുമാൻ അങ്ങനെ ആ വീര്യം പുറത്തു വരും. ഒരാൾ പറഞ്ഞാലേ അറിയുള്ളൂ എന്നാണ് ആ വീര്യം പുറത്തു വരണമെങ്കിൽ. അപ്പം അങ്ങനെ ഇരുന്നേക്കുന്ന ഒരലർച്ചലറിക്കൊണ്ട് ചാടി എണീക്കും ഹനുമാൻ. ചാടി എണീറ്റിട്ട് പറയും, ഞാൻ പോയി സീതയെ കണ്ട് രാവണനെയും കൊന്ന് സീതയും കൊണ്ട് തിരിച്ചു വരും.